ഗൈസ് അങ്ങനെ നമ്മളിതാ പരിപാടിയെ കഴിഞ്ഞ് തിരിച്ച് അച്ഛൻ്റെ കോട്ടേഴ്സിലോട്ട് പോവുകയാണ്. പാർക്ക് അച്ഛൻ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പരിപാടി എന്നാണ് അച്ഛൻ പറയണത്. ശരിയാണെങ്കിൽ അമ്മ വേണോ? ആ എന്തേടാ ഇത്? സൈക്കിളോട്ടിക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ നിന്ന് എടുക്കില്ല. അത് ഡൊമസ്റ്റിക്കോ? ഡൊമസ്റ്റിക്. നിങ്ങൾ ഇവിടെ നിന്ന് പോകാം. പിന്നെ വന്നിട്ട് വേണമെങ്കിൽ മാളിലോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ സമയം ഉണ്ടെങ്കിൽ പോവാം. മണി 9 ആയി. എത്ര? 11:30 അല്ലേ? 11:30. 10:30 10 മണിക്ക് കയറും. പിന്നെ ഇനി പാവന്മാരും കൂടെ ഒന്ന് നോക്കിയിട്ടൊക്കെ മാറിപ്പോ താമസിക്കും. ഫ്ലൈറ്റിൽ കയറാൻ പോകാൻ എന്തോ കേറിയിട്ട് പറയാം. ഗൈസ് അച്ഛൻ ദേ വരുന്നു. നമ്മളങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതും അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. ഇനി എൻ്റെ വ്ളോഗ് എടുക്കാനുള്ള ഫ്ലോ അങ്ങ് പോകും. ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ചെന്നൈയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അമ്മയുടെ ബാഗ് അമ്മ കൊണ്ട് കളഞ്ഞ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പിറകെയുള്ള ഓട്ടത്തിലൊക്കെ ആയിരുന്നു അല്ലേ. ഞാൻ കൊണ്ട് കളഞ്ഞു ഗൈസ് അമ്മയുടെ ബാഗ്. ജസ്റ്റ് 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ട്രെയിനകത്ത് വെച്ചിട്ട് മറന്നുപോയി. നമ്മളിപ്പോൾ എന്താ എയർപോർട്ട് ചുറ്റി കാണാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്തിനു നാണോ അമ്മ? ഗൈസ് ബാക്കിൽ കാണുന്നത് എന്തോ വലിയൊരു മോളാണ്. എയറോ ഹബ് എയർപോർട്ടിൻ്റെ. ഇത് എയർപോർട്ടിന് ഹാൻഡ് ഓവർ ചെയ്തത് എയറോ ഹബ് എന്ന് പറയുന്ന മോളാണിത്. എൻ്റെ ബാഗ് അമ്മ കൊണ്ട് എങ്ങനെ കളഞ്ഞ? ഞാനല്ല കൊണ്ട് കളഞ്ഞു, നീ എല്ലാം കൊണ്ട് കളഞ്ഞു. ഞാൻ എൻ്റെ പിറകിൽ പോയമ്മ, പിന്നെ കിട്ടിയില്ല. അമ്മയ്ക്ക് അതിന് പകരം ഞാൻ ഒരു 4000 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഹസ്ബൻഡ് എന്തോ കൊണ്ട് കളഞ്ഞിട്ടൊന്നും അറിയാത്തത് പോലെ. എന്നിട്ട് ഞാനും മോളും കൂടെയാണ് കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വ്ളോഗ് എടുക്കണോണ്ട് അമ്മയ്ക്ക് നാണം ഗൈസ്. അല്ലെങ്കിൽ ഗൈസ് ഇതെൻ്റെ അച്ഛൻ സുനിൽകുമാർ സാർ. എയർപോർട്ടിൽ 25 വർഷമായല്ലേ ഗൈസ്. ആ കാണുന്നത് മെട്രോ ആണ്, എയർപോർട്ട് മെട്രോ. ഗൈസ് ഇത് ഇൻ്റർനാഷണൽ ടെർമിനൽ. ഇവിടെ എന്താ ജസ്റ്റ് ഫ്രണ്ടിലത്തെ കൂടെ തന്നെ ഈ മോളിലോട്ടുള്ള എൻട്രി ഉണ്ട്. എയറോ ഹബ് ഉണ്ടല്ലേ. അച്ഛൻ എടുക്കാന്നില്ലേ? ഞാൻ എടുക്കണം. അമ്മു പോയിന്നില്ല എടു. ഇതാ പോകാൻ പോവുകയാണ്.
സോ ഗൈസ് നമ്മൾ വന്നതിൻ്റെ ആ ദിവസം നേരെ രാവിലെ അച്ഛൻ്റെ കോട്ടസിൽ വന്നു. കോട്ടസിൽ വന്നിട്ട് നമ്മൾ നേരെ ഫീനിക്സ് മോൾ എന്ന് പറയും. അത്യാവശ്യം നമ്മളെ ലുലു മോളിനേക്കാളും വലിപ്പം തോന്നിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രാൻഡുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ മോളിൽ പോയി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് തന്നെ സിനിമയും കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ദിവസം അങ്ങ് പോയി. പിന്നെ അടുത്ത ദിവസമായിരുന്നു അവിടുത്തെ പരിപാടി. ഇവിടെ നമ്മളൊരു പരിപാടിക്കാണ് വന്നത്, ഒരു ഫംഗ്ഷനാണ് വന്നത്. ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഓണപരിപാടി. അപ്പോൾ ആ പരിപാടിക്കും പോയി. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഞാൻ വന്നിറങ്ങിയപ്പം തന്നെ എൻ്റെ അമ്മയുടെ ഒരു ബാഗ് ട്രെയിനിൽ വെച്ച് മറന്നുപോയി. പിന്നെ അതിൻ്റെ പിറകെ ഓടി. ബാഗ് പക്ഷേ കിട്ടിയില്ല, പോയി. ജസ്റ്റ് 2 മിനിറ്റിൻ്റെ അശ്രദ്ധ കാരണം ഒരു ബാഗ് പോയി. അങ്ങനെ ശോകത്തോടെയാണ് തുടങ്ങിയത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഇന്നലത്തെ പരിപാടിയൊക്കെ ആയിരുന്നാലും അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. താഴെയല്ല, ക്ലിപ്പിങ്സൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തേക്കും. നിങ്ങളതൊക്കെ കാണുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ അനിയത്തിയൊക്കെ ആണെങ്കിൽ അനിയത്തിയും അമ്മയും നമ്മൾ 3 പേരും ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ദിവസം. നമ്മളിപ്പം അച്ഛൻ ഇവിടെയാണ്. അച്ഛൻ ഇവിടുത്തെ എയർപോർട്ടിലാണ്. ആദ്യം ട്രിവാൻഡ്രം ഇൻ്റർനാഷണലായിരുന്നു, ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അദാനി ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം അവരിപ്പോൾ ചെന്നൈയിലോട്ടായി. അപ്പം അച്ഛൻ നമ്മളിപ്പോൾ ഇവിടെ ആക്കിയിട്ട് പോകും. നമ്മൾ ഒരാൾ വന്ന് ഭാഗത്തോട്ട് കൊണ്ടുപോകും. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പോൾ ഒരാൾ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭാഗത്തോട്ട് കയറും. നിങ്ങൾ ഇനിയും കണ്ടിരിക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് യാത്ര. അവിടെ പോയിട്ട് അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഈ പുള്ളിക്കാരനാണ്. ഈ ബാഗ് എടുത്തിട്ടാണ് പോവാൻ. കിളി പറഞ്ഞിരിക്കുന്നു. ഗൈസ്, എയർപോർട്ടിനകത്തും 10 രൂപയ്ക്ക് ചായ, 20 രൂപയ്ക്ക് കോഫി. എയർപോർട്ടിൽ വരുന്ന സാധാരണക്കാരും ചായയും കോഫിയും കുടിക്കണം എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പുതിയൊരു പദ്ധതിയാണ് ഗൈസ് ഇത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. പിന്നെ ഈ ഒരു പോയിന്റിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ നമ്മുടെ അടുത്ത് ബായ് പറഞ്ഞ് പോകും. ഈ ഒരു സ്ഥലമൊക്കെ ആയപ്പോഴത്തേന് അച്ഛൻ പോയി. അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മളെ കൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അച്ഛനെ ഇങ്ങനെ വിട്ട് പോയപ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് വന്ന് നമ്മളിതാ ബസ്സിനകത്തൂടെ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ല. ശരാ കാർഗോ ഫ്ലൈറ്റ്. എന്നെ എന്തമ്മാ നമ്മുടെ അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കട്ടെ. നിന്ന് അധികം പിടിച്ചോണ്ടിരിക്കുന്നു. At the earliest. To help us get going, please keep your large bags in the overhead bin above and small bags under the seat in front of you. Please take your seats and keep the aisle free for a quick departure. Thank you.
हिंदी अंग्रेजी बोल सकते हैं। आपके सहयोग और विमान कर्मदल के निर्देशों के पालन से हम इस यात्रा को सुरक्षित, आरामदायक और बेहतर बना सकते हैं। हमें बेहद खुशी है कि आपको हमारे देश के साथ जोड़ सके। प्रस्तुत है आपके लिए इंटरबैंड को ഗൈസ്, അങ്ങനെ ഫ്ലൈറ്റിനകത്തിരുന്ന് നമ്മൾ അങ്ങനെ വലിയ എക്സ്പ്രഷൻസ് ഒന്നും എടുത്തൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് ഡീസൻ്റായിട്ട് ബിഹേവ് ചെയ്തു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അമ്മുവിന് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടും ഇവിടെ റെസിഡൻസിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചെന്നൈയിൽ കളിച്ച അതേ ഡാൻസ് ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കളിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത അമ്മുവിൻ്റെ ഒരു വീഡിയോയും കൂടെ, അമ്മുവിൻ്റെ ഡാൻസും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാം.